ഇന്ന് നമുക്ക് വീട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് വീടിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ സ്വകാര്യം പറയാണ്. ഒരു ഹായ് പറ. പറ. ഇതാണ് ഗൈസ് ഈ വീടിനുള്ള ഹായ്. കൊച്ചനൊരു ഹായ് അറിയും. കഥ കേക്ക്. ഗൈസ് നമുക്ക് ഉള്ളിൽ കാണാൻ പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ചിറ്റ. അച്ചമ്മയ്ക്കും ഡ്രസ്സൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കാണാം. ഞാൻ ഈ വീഡിയോ ആണെങ്കിൽ മര്യാദയ്ക്കൊന്നും എടുത്തില്ല, പക്ഷെ എടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതാണെങ്കിൽ എന്നോ എടുത്ത വീഡിയോ. ഇപ്പോഴാണെങ്കിൽ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 6-7 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തല്ലേ ഇത് എഡിറ്റ് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം എഡിറ്റ് ചെയ്യണത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പശുവിൻ്റെയും നായേൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. അപ്പം ഇപ്പോൾ കണ്ടത് നമ്മൾ പൂജാ റൂമാണ്. പൂജാ റൂം കഴിഞ്ഞിട്ട് ഇത് ഒരു ബെഡ്റൂമാണ്. ഇത് ചിറ്റേൻ്റെയും കൊച്ചച്ഛൻ്റെയും ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ അമ്മമ്മ കിടക്കുന്നുണ്ട്. അമ്മമ്മ കിടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റും ഫാനൊക്കെ ഇട്ടെടുക്കാമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ സ്വിച്ച് അറിയുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പോയി. അങ്ങനെ ലൈറ്റ് ഇട്ടാൽ ഒന്നുകൂടെ ക്ലിയറിൽ കാണുമല്ലോ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ കഴിഞ്ഞിട്ട് മുകളിലേക്കാണ് ഞാൻ പോയത്. മുകളിൽ ആകെ ഒരു റൂമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. അവിടെ ഒരു വിൻഡോ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഇത് പൊന്നൂൻ്റെ റൂമാണ് കേട്ടോ. ഇവിടേക്ക് ബെഡ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, കട്ടിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത്. ഇതാണ് ഞാൻ പറയുന്നത് ആ ജനൽ കേട്ടോ, നല്ല ഭംഗിയാണ്. അത് തുറക്കുമ്പോൾ തന്നെ പാടത്തേക്കാണ് വ്യൂ. നല്ല രസമാണ് കേട്ടോ, അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് അവിടെ ഇരുന്നിട്ട്. അപ്പം ഇതാണ് നമ്മളെ ബാൽക്കണി. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അലക്കിയിട്ടൊക്കെ ഇടുന്ന ഒരു ടെറസിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വരുന്നത് നമ്മളെ ശംഖുവിൻ്റെ റൂമാണ്. ശംഖുവിൻ്റെ റൂമിൽ കുറേ ഫോട്ടോ ഒക്കെ ഉണ്ട്, പൊന്നു ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. ഇവരെ കുട്ടിക്കാലത്ത് കുറച്ച് ഫോട്ടോസ് കേട്ടോ. അപ്പം ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് പറഞ്ഞാൽ ഇപ്പോൾ സമയത്തായി നോക്ക്, സമയം 7 മണിയായി. അപ്പം ഞങ്ങളിവിടെ പോസ്റ്റ് നിൽക്കുകയാണ്. പൊന്നു ഞങ്ങൾ എന്തൊക്കെയോ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ഇതാണ് വേദിക. വേദിക പൊന്നൂൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഞാനും ഓളും കൂടെ ഭയങ്കര നല്ല കൂട്ടായിട്ട്. ഞാൻ പിറ്റേന്ന് വരുന്ന വരെ ഓളിൻ്റെ കൂടെ ആയിരുന്നു. എന്നിട്ട് ഓർക്കൊക്കെ പരാതിയൊന്നും ഓരോടത്തേക്കൊന്നും പോണില്ല എന്ന്. ഒരു ഭയങ്കര പാചകത്തിൽ ചായ ഉണ്ടാക്കുകയാണ്. ഇതാരാന്ന് വെച്ചാ ഇതാണ് ശ്രീജ ചേച്ചി. നോക്ക് ചിറ്റേ യൂട്യൂബിൽ ഇപ്പൊ നമ്മൾ മേലെ വേഗം നൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ എൻ്റെ കൂടെ നല്ല നിങ്ങൾ വിചാരിക്കണേ. നമ്മൾ പൂവൊക്കെ ഇവിടെ തൂക്കാൻ പോവാ. നമ്മള് ഹാർപ്പിക്കൊന്ന് കൊടുത്ത് ഞാൻ ഹാർപ്പിക്കൊണ്ട് ഓടണതാണ്. എന്നാ കാണിച്ചോ. വേദിക വാ. അപ്പോൾ ഗൈസ് ഇതൊക്കെ പൊന്നുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇത് യെല്ലോ ഡ്രസ്സ് ഇട്ട കുട്ടിയാണ് പൊന്നുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവിക. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ പരിചയപ്പെട്ടത്. നല്ല കമ്പനിയായിരുന്നു എല്ലാവരും. പിന്നെ രാത്രിയായി, ഞങ്ങൾ ഈ പൂവൊക്കെ തൂക്കുന്നത് കാണാൻ പോയി. ഈ ചേട്ടനാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ അപ്പം തുടങ്ങി അവിടെ ഓരോരോ പണിയായിരുന്നേ. ഞങ്ങൾ ചെന്നപ്പോൾ എന്താ സ്റ്റെയറിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റെയറിൽ എന്തൊക്കെയോ പണിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കട്ടിലിൻ്റെ പണിയായി. അങ്ങനെ ഇപ്പോൾ രാത്രി ആയപ്പോൾ ആ പൂവൊക്കെ തൂക്കുക. അങ്ങനെ ഈ ചേട്ടൻ ഫുള്ള് പണിയിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടാനൊക്കെ പോയിട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തമിഴ് കുട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ പൊന്നിന് ഡ്രസ്സ്, അതായത് നാളത്തേക്കുള്ള ഡ്രസ്സൊന്ന് ഇട്ടൊക്കെ നോക്കുകയാണേ.
ചിറ്റന എടി നല്ല പോലെ നിക്കടി. ഞാൻ നോക്കാം.